നല്ല ക്ഷീണമുണ്ട്, കിടന്നോളൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. നോ, എനിക്ക് പോണം, എനിക്ക് ഉടനെ പോണം. ഡ്രസ്സ് നനഞ്ഞു കുതിർന്ന് മണ്ണും പൊടിയും പറ്റിക്കിടക്കുമായിരുന്നു. വേലക്കാരി പെണ്ണ് അത് വാഷിങ്ങിന് കൊണ്ടുപോയി. ഞാൻ പോകുന്നു. അതും ഇതും ആലോചിച്ച് വിഷമിക്കരുത്. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. ഏതായാലും പനി കുറഞ്ഞു. രാവിലെ 6 മണിക്ക് വന്ന് കാളിംഗ് ബെല്ലടിച്ച് സാറിനെ ഉണർത്തണമെന്ന് പറഞ്ഞാ ചേച്ചി പോയത്. ഞാൻ പരപരാ എടുത്തപ്പം വന്നതാ. അയ്യോ, ഗ്യാസ് മണക്കുന്നല്ലോ. സാറേ, ഗ്യാസ് ഓഫ് ചെയ്താണോ പോയത്? സിലിണ്ടറിലെ ഗ്യാസ് മുഴുവൻ തീർന്നു കാണും. രാധയില്ലാത്തപ്പോ ഗ്യാസ് സ്റ്റവ് കത്തിക്കരുത്. അഥവാ കത്തിച്ചാൽ സിലിണ്ടർ ഓഫ് ചെയ്യാൻ മറക്കരുത്. കുളി കഴിഞ്ഞാൽ ഉടനെ ഹീറ്റർ ഓഫ് ചെയ്യണം. ലവ് ബേഴ്സിനും നായ്ക്കുട്ടിക്കും ആഹാരം കൊടുക്കണം. ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ? എനിക്കല്പം പൊടിയരിക്കഞ്ഞി മതി. ഉടനെ വേണം, ബാങ്കിൽ നിന്ന് നേരത്തെ എത്തേണ്ടതാണ്. സാറിന് എന്തോ പറ്റിയ ലക്ഷണമുണ്ടല്ലോ. എന്റെ കാറ് കേടായി, പിന്നെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ തങ്ങി. മോനെ, ഇത് അപ്പൂപ്പന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കേ. എന്തൊക്കെ പറഞ്ഞാലും പ്രകാശിന്റെ അഭാവം ഒരു പോരായ്മ തന്നെയാ, സംശയമില്ല. ഒരു മകള് മാത്രമുള്ള കുടുംബത്തില് മരുമകന് മകന്റെ സ്ഥാനല്ലേ? ഭാര്യയുടെ അച്ഛന്റെ 60-ാം പിറന്നാളിന് വരാതിരിക്കാൻ മാത്രം അവൻ അവിടെ എന്താ ഇത്ര ജോലി? ബാങ്കിലെ കാര്യം അപ്പച്ചിക്ക് അറിയാഞ്ഞിട്ടാ. പരിശോധന സമയത്ത് മാനേജർ അവിടെ ഉണ്ടായേ പറ്റൂ. ഈ ബാങ്ക് മാനേജർ എന്ന് പറയുന്ന ആള് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലല്ലോ. അതുകളാ. എന്താ ഇങ്ങനെ പറയുന്നത്? നമ്മളോട് ഇന്ന് വരെ പ്രകാശ് ഒരു മകനെ പോലെയല്ലേ പെരുമാറാറുള്ളത്? എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ തീർച്ചയായും വന്നേനെ. ഹലോ, ഞാനാ. എന്താ ശബ്ദമല്ലാതിരിക്കുന്നേ? ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? പനിയോ? പനിയുണ്ടെങ്കിൽ കുളിക്കല്ലേ? പ്രകാശേട്ടന്റെ ഫോണാ. അച്ഛന് വല്ലാത്ത പരിഭവം. വരാത്തോണ്ട് എല്ലാരും പിണങ്ങിയിരിക്കുക. അച്ഛന്റെ കയ്യിൽ കൊടുക്കൂ, ഞാൻ സംസാരിക്കാം. കൊടുക്കാം. പ്രകാശേട്ടന് അച്ഛനോട് സംസാരിക്കണം. എനിക്ക് അച്ഛനോട് സംസാരിക്കണം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയി. ദേ ഇപ്പൊ പനിയായിട്ട് കൂടി ഞാൻ ജോലിക്ക് പോവുക. എനിക്ക് യാതൊരു പരിഭവമില്ല. ഡ്യൂട്ടി കംസ് ഫസ്റ്റ്, ബാക്കിയെല്ലാം പിന്നെ. ആ, ഉണ്ണീസുമതി വന്നല്ലോ, അത് തന്നെ ധാരാളം. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഹലോ അച്ഛാ, ഞാനാ മാല അപ്പൂപ്പന്റെ കഴുത്തിലിട്ടത്. അച്ഛൻ എന്ത് കഴിച്ചു? അച്ഛൻ പൊടിയേരി കഞ്ഞി കുടിച്ചു. മോൻ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. അമ്മ എടുത്തു കൊടുക്ക്. ഹലോ, എന്തായാലും അധികം അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട. റീജിയണൽ മാനേജറോട് കാര്യം പറയണം. എന്തായാലും മൂക്കി എത്തുവോ? ആ, പിന്നൊരു കാര്യം, എനിക്കിവിടെ ഒരാഴ്ച നിൽക്കേണ്ടി വരും. അച്ഛൻ എന്റെ പേരിൽ ഒരു വസ്തു എഴുതിക്കുന്നു. നിൽക്കാമെന്ന് പറയട്ടെ? ഇതാ ഞാൻ ഇങ്ങോട്ട് വരാത്തെ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് സൂക്കേട് വരുത്തി വെച്ചു.
ഇനി അങ്ങോട്ട് ചെല്ലുന്നവരെ എനിക്കൊരു മനസ്സമാധാനമില്ല. സാരമില്ല മോളെ, വെറും പനിയല്ലേ. ഏതായാലും നീ ആ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പോയാ മതി. ഗുഡ് മോർണിംഗ്. മിസസ് രേണുക കുറച്ചു നേരമായി കാത്തിരിക്കുന്നു. ഞാൻ വാക്ക് പാലിക്കാൻ വന്നതാണ്. ഇതാ 10 ലക്ഷത്തിന്റെ ചെക്ക്. ഫോം എല്ലാം ഞാൻ പൂരിപ്പിച്ചു. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. പക്ഷെ ചെക്ക് നേരിട്ട് മിസ്റ്റർ പ്രകാശിനെ ഏൽപ്പിക്കണമെന്ന് മിസസ് രേണുകയ്ക്ക് ഒരേ നിർബന്ധം. താങ്ക് യു. എന്താ ഒന്ന് പുഞ്ചിരിക്കാൻ കൂടി മറന്ന പോലെ? ഐ എം സോറി. ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ രണ്ടുപേരും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. സാറി ഓവർ റൈറ്റിംഗ്. സാരമില്ലല്ലേ സർ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ പ്രകാശ്. ഞാൻ അല്പം വൈകി. നമുക്ക് ഇറങ്ങാൻ പോണ്ടേ? ഞാൻ റെഡിയാണ് സർ. യു ഫിനിഷ് യുവർ ജോബ്. ഒരു ഡെപ്പോസിറ്റിന്റെ കാര്യമാണ്. ഇറ്റ്സ് ഓവർ. ഇറ്റ്സ് നോട്ട് ഓവർ. ഞാൻ വീണ്ടും വരാം. മിസ്സസ് രേണുക ഇല്ലേ? ഉണ്ട്, വിളിക്കാം. ആരാ? കണ്ടിട്ട് പരിചയം തോന്നില്ല. എന്റെ പേര് പ്രകാശ്. മിസ്സസ് രേണുകയെ ഒന്ന് കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. രാവിലെ ബാങ്കിൽ പോണമെന്നും പറഞ്ഞ് കാറും എടുത്തോണ്ട് പോയതാ. ഉച്ചയൂണ് കഴിഞ്ഞപ്പോ ഒരു പനിയുടെ ലക്ഷണം ഉണ്ടെന്നും പറഞ്ഞ് കേറി കിടക്കുകയും ചെയ്തു. ചേച്ചിക്ക് നല്ല തലവേദന, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രകാശ്, വരൂ പ്ലീസ്. ഇവിടെ ഒരാളുടെ പനി പെട്ടെന്ന് മാറിയത് വെറുതെ അല്ല. ആ ചൂട് മുഴുവനും ഇപ്പൊ എന്റെ ശരീരത്തിലുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദയവ് ചെയ്ത് രേണുക ഞാൻ പറയുന്നത് കേൾക്കണം. പ്രകാശിന്റെ ശബ്ദം എത്ര കേട്ടാലും എനിക്ക് മതി വരില്ല. ഈ രീതിയിൽ നമ്മുടെ സംഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഇന്നലെ ഞാനൊരു വിഡ്ഢിയെ പോലെ പെരുമാറി. ഞാൻ എൻ്റെ ഭാര്യയെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചു മോനും അടങ്ങുന്ന എൻ്റെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ്. അത് തകരാൻ പാടില്ല. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് സുഹൃത്തുക്കളായി മാത്രമായിരിക്കണം. ഒരു തെറ്റ് നമുക്ക് രണ്ടുപേർക്കും പറ്റി, അത് ആവർത്തിക്കരുത്. പ്രകാശിന് അത് തെറ്റായി തോന്നുന്നു. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിയാണത്. പ്രകാശിനറിയാമോ, സുന്ദരനും ആരോഗ്യവാനുമായ ഒരു വലിയ മനുഷ്യന്റെ ഭാര്യയായി 5 കൊല്ലം ജീവിച്ചവളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ എനിക്ക് സമ്മാനിച്ച ഒരു രാത്രിക്ക് ആ 5 വർഷങ്ങളെക്കാൾ ദൈർഘ്യമുണ്ടായിരുന്നു. ഞാൻ സമ്മാനിച്ചതല്ല, പിടിച്ചു പറിച്ചതാണ്. അപ്പോ ഞാനൊരു വേശ്യയാണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കിടക്ക പങ്കിടാൻ ഒരു വിടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള നാടല്ലത്. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ധരിച്ചു. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ഈ അർത്ഥത്തിലല്ല. എന്നാ ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനൊരു സ്ത്രീയാണെന്ന് അഭിമാനം എന്നിൽ സൃഷ്ടിച്ച ആദ്യത്തെ പുരുഷനാണ് പ്രകാശ്. എനിക്ക് മരണം വരെ നിങ്ങളെ മറക്കാൻ സാധ്യമല്ല. ഇനി നിങ്ങളെ കാണാതിരിക്കാൻ സാധ്യമല്ല. പ്രകാശിന് വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചു സ്വർഗത്തിൽ തന്നെ കഴിയാം. പക്ഷേ ഈ കിടപ്പറയിൽ ഒരു തടവുകാരിയെ പോലെ കഴിയുന്ന എനിക്ക് സ്വപ്നം കാണാൻ വല്ലപ്പോഴെങ്കിലും ഒരു അവസരം തരണം. അത് മാത്രം മതി. ഓ, ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കാമുകിയുടെ വെപ്പാട്ടിയുടെ ആവശ്യം എനിക്കില്ല. ഞാൻ പോകുന്നു. മാറിയിൽക്ക്.
No. എനിക്ക് പോണം. ഈ ഭ്രാന്തിന് കൂട്ടേൽക്കാൻ എന്നെ കിട്ടില്ല. No. I want you. I need you. പ്രകാശ് പോകരുത്. പ്രകാശ് പ്ലീസ് ഈ രാത്രി കൂടി എനിക്ക് തരൂ. പ്രകാശ് പോകരുത്. പ്രകാശ് പോകരുത്. എനിക്ക് പോണം. എനിക്ക് പോണം. രേണുക പ്ലീസ്. എന്നോട് ക്ഷമിക്കൂ. ശരിക്കും ഞാനൊരു ഭ്രാന്തിയെ പറഞ്ഞത്. അതിന് ഞാൻ തന്നെ എനിക്ക് ശിക്ഷ നൽകി. എന്താണ് ഈ കാട്ടിയത്? ദൈവമേ, അറിയിക്കരുത്. ആരും അറിയരുത്. പ്രകാശ്, എന്റെ അടുത്തിരിക്കൂ. ഈ ഒരു രാത്രി കൂടി മാത്രം എന്നെ സ്നേഹിക്കാൻ അനുവദിക്കൂ. ഇല്ലെങ്കിൽ മരിക്കാൻ അനുവദിക്കൂ.